ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാർട്ട് 7 ആണ്. അതായത് നമ്മൾ PYQലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ 6 ഭാഗങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ LPUP മാരത്തോൺ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ആ വീഡിയോസ് എല്ലാം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് 7 ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ക്വസ്റ്റിനും ഒപ്പം ആൻസർ പറയുന്നതോട് കൂടിയിട്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേനയും പേപ്പറും എടുത്തിട്ട് അതൊന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് അറിയാൻ സാധിക്കുമല്ലോ. ഓക്കെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മുൻകാലത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യ പേപ്പറിന് 28/4/2022 കഴിഞ്ഞിട്ടുള്ള ആ പരീക്ഷയുടെയാണ്, LPSAയുടെ ആണ്. അപ്പോൾ ആ ഒരു പരീക്ഷ കഴിഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും നമുക്ക് നോക്കാം അല്ലേ. കൃത്യമായിട്ട് സിലബസിൽ പറയുന്ന മേഖലയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പേനയും പേപ്പറും എടുത്തോളൂ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും, അതായത് ഇതെന്ന് പറയുന്നത് മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. ഒന്നാമത്തെ പ്രസ്താവന. 2, മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചു നടന്നത്. രണ്ടാമത്തേത്. 3, ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം. നാലാമത്തെ പ്രസ്താവന. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. 4 ഓപ്ഷൻ. 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. 2, 4, 1 പ്രസ്താവനകൾ ശരിയാണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നോക്കുക, വായിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾ എഴുതുക. A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തോളൂ. വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് എഴുതുക. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ചോദ്യം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ്. രണ്ടാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇത് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC സ്ഥാപിതമായ വർഷം 1885, 1905, 1921, 1947. ഏത് വർഷമാണ് INC സ്ഥാപിതമായത്? വീഡിയോ പോസ് ചെയ്തോളൂ. ക്വസ്റ്റ്യൻസ് ടൈം വേണ്ടവർ അങ്ങനെ എടുത്തോളൂ. വർഷമല്ലേ, എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അടുത്തത് നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഒന്നുമില്ല, ഇത് വായിക്കുക. ഇതിലേത് കാലക്രമത്തിനനുസരിച്ച് എഴുതുക, അതിന് ശരിയായത് എഴുതുക. നോക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, സൈമൺ കമ്മീഷൻ്റെ വരവ്. ഓക്കെ, അപ്പോൾ ഇതിനെ കാലഗണനക്രമത്തിൽ എന്ത് ചെയ്യുക, എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ആദ്യം നടന്നത്, അതിനുശേഷം പിന്നെ നടന്നത്, അതിനുശേഷം പിന്നെ നടന്നത് എന്നുള്ള കാര്യത്തിൽ എഴുതുക. ഓക്കെ അല്ലേ? സമയം കൂടുതൽ വേണ്ടവർ വീഡിയോ പോസ് ചെയ്തോളൂ. പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നോക്കിക്കോളൂ. ഇതാ അടുത്ത ചോദ്യം വരികയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ന്യൂഡൽഹി, ബംഗളൂരു, ചെന്നൈ, മുംബൈ. ന്യൂഡൽഹി, ബംഗളൂരു, ചെന്നൈ, മുംബൈ. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയുള്ളതാണ്. എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. നമുക്ക് അടുത്തത്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു അല്ലേ. 5 ചോദ്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്തായാലും ആദ്യം ഇനി ഉത്തരം പറഞ്ഞു പോകാം.
അതിനുശേഷം ഓരോ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്നിൻ്റെ ഉത്തരം പറഞ്ഞു പോകാൻ പോവുകയാണ്. അപ്പോൾ ഉത്തരം നിൽക്കുക, ശരിയായവർ ശരിയായിട്ടിടുക, തെറ്റായവർ എന്ത് ചെയ്യുക, തെറ്റാണെന്നെങ്കിൽ അത് കറക്റ്റായിട്ട് പഠിക്കുക, ഉത്തരം ശരിയാക്കി പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എത്ര മാർക്ക് കിട്ടി. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, 5 എണ്ണേ ആകെ കിട്ടിയിട്ടുള്ളൂ, 5 എണ്ണത്തിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് നോക്കുക. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം, ബാക്കി എക്സ്പ്ലനേഷൻ ഇത് കഴിഞ്ഞിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയാക്കി വരുന്നത് ചെയ്യുക, ഒരു മാർക്ക്. അടുത്തതിൻ്റെ ചോദ്യത്തിന് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ആണ്. 1885 ശരിയാക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഈ സംഭവങ്ങൾ എന്ത് ചെയ്യുകയാണ്, ശരിയായ രീതിയിൽ കാലക്രമത്തിൽ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനകത്ത് ആദ്യം നടന്നത് രണ്ടാമത്തെ നടന്നത് എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 1, 2, 3, 4 എന്നുള്ളത് തന്നെയാണ്. അതെങ്ങനെ വന്നു എന്നുള്ളത് അതിൻ്റെ വർഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിവിടെ ഇതാണ് ശരി ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് നോക്കുകയെന്നുണ്ടെങ്കിൽ നോക്കുക, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്, അത് ബാംഗ്ലൂരാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ശരിയാക്കിയിട്ടുള്ളവർ ശരിയായിട്ട് മാർക്ക് ചെയ്യുക. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്, അത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക, മാർക്ക് കമൻറ്റ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടി, 5-ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും 5-ൽ കിട്ടണം. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ പഠനം എത്രത്തോളം ആയി, എങ്ങനെയൊക്കെ ആയി, ഏതൊക്കെ മേഖലകൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്ക് കമൻറ്റ് ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നോക്കുക, ആദ്യം പറഞ്ഞത് ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും, മനസ്സിലാക്കേണ്ട കാര്യം, കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിപ്പിക്കപ്പെട്ട അല്ലേ കലാപമാണ് എന്തെന്ന് പറയുന്നത്, മലബാർ കലാപം എന്ന് പറയുന്നത്. അതുപോലെ മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട്, മനസ്സിലാക്കി വെക്കുക, ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഏത് നടന്നിട്ടുണ്ടായിരുന്നത്, മലബാർ കലാപം നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം, ഓക്കെ, സായുധ കലാപമാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലഹളയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, നിരവധി ഹൈന്ദവര് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം 4 പ്രസ്താവനകളും ഇവിടെ എന്താണ്, 4 പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ്. ഇവിടെ വെച്ച് തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഈ 4 കാര്യങ്ങൾ, ഈ 4 പ്രസ്താവനകൾ പഠിക്കുക, പഠിച്ചിട്ട് നമ്മൾ പോകാൻ മതി. ഓക്കെ, അടുത്തത് നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന് 1885 ഡിസംബർ 28 അല്ലേ. ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് അതെന്ത് ചെയ്യാൻ മതി, പ്ലേലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ INC എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് ആ മേഖലയിൽ നിന്ന് ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഡിസംബർ 28 ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ 2-3 കാര്യം അവിടെ പഠിക്കാം. 1-2 സിദ്ധാന്തങ്ങൾ നമുക്ക് പഠിക്കാം. നമുക്കറിയാം, സുരക്ഷാ വാൽവ് സിദ്ധാന്തം നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ നിങ്ങൾ INC എന്നുള്ള ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് INC-യുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഓക്കെ, സുരക്ഷാ വാൽവ് സിദ്ധാന്തം. അടുത്തത് നോക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ വേളയിൽ മിന്നൽ ചാലക സിദ്ധാന്തം നോക്കുക, മിന്നൽ ചാലക സിദ്ധാന്തം മുന്നോട്ട് വെച്ച നേതാവാര്, അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മിന്നൽ ചാലക സിദ്ധാന്തം എന്താണ് മുന്നോട്ട് വെച്ചത് അല്ലേ. എപ്പോൾ INC-യുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ വേളയിൽ അല്ലേ മിന്നൽ ചാലക സിദ്ധാന്തം ആരുടെയാണ്, അത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. അടുത്തത് നോക്കൂ, അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ വേളയിൽ ഗൂഢാലോചന സിദ്ധാന്തം, ഏതാണ് ഗൂഢാലോചന സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ചത് RP ദത്താണ്. ആരാണ്, RP ദത്താണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഈ സുരക്ഷാ വാൽവ് സിദ്ധാന്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. 2 സിദ്ധാന്തം കൂടെ പഠിച്ചു വെച്ചോളൂ. മിന്നൽ ചാലക സിദ്ധാന്തം ആരാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ തന്നെ ഗൂഢാലോചന സിദ്ധാന്തം അതാരാണ്, അത് RP ദത്താണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്ന ഇവയെ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞില്ലേ. കാലഗണന ക്രമത്തിൽ എഴുതണം. നോക്കുക,
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എപ്പോഴാണ് നടന്നിട്ടുള്ളത്? നമുക്കറിയാം 1919 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 1919 അല്ലേ. അടുത്ത നോക്കൂ, ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഈ പറയുന്ന 1919 തന്നെയാണ് അല്ലേ. 1919 തന്നെയാണ്. ഡേറ്റിൽ വരുന്ന വ്യത്യാസമാണ് അവിടെ ഉള്ളത്. അത് ഇരിക്കട്ടെ, ഒരു മിനിറ്റ് അത് പറയാം. നമുക്ക് ഡേറ്റ് അറിയില്ലെങ്കിൽ ഇതിനെങ്ങനെ ഉത്തരം കണ്ടെത്താന്നുള്ളത് പറഞ്ഞുതരാം. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 ആ കാര്യം നമുക്കറിയാം. സ്വരാജ് പാർട്ടി 1923. അടുത്തത് സൈമൺ കമ്മീഷൻ്റെ വരവാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളല്ലേ. സൈമൺ കമ്മീഷൻ്റെ വരവ്. ഇനി അതല്ല, വരവല്ല, നമ്മൾ രൂപീകൃതമായത് എഴുതിയാൽ പോലും ഈ ഉത്തരം ശരിയാവുന്നുള്ളതാണ്. നോക്കുക, 1928 ഇന്ത്യയിലെത്തുന്നല്ലേ. 27 രൂപീകൃതമായി, ഇന്ന് 28 ഇന്ത്യയിൽ വരുന്നു. അതിപ്പോൾ 27 എഴുതിയാലും നിങ്ങൾ 28 മനസ്സിലാക്കി ഇവിടെ എഴുതിയാലും നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ഇതാണ് അവസാനം വരിക. നമുക്കറിയാം 1928 അല്ലേ. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് അവസാനം വരണം. നോക്കുക, 4 എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. നമുക്ക് എളുപ്പുത്തരം കണ്ടെത്താൻ പറ്റില്ലേ. അതല്ലാന്നുണ്ടാകട്ടെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1919 സാറേ 2 തവണ വന്നിട്ടുണ്ട് അല്ലേ. 2 തവണ എന്ത് വന്നിട്ടുണ്ട്? 1919 ഒരു തവണ ഇവിടെയും കിടക്കുന്നുണ്ട്, ഇവിടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരാനുള്ള സാധ്യത ഒന്നില്ലെങ്കിൽ ആദ്യം 1, അതല്ലെങ്കിൽ ആദ്യം 2 അല്ലേ. ഇവിടെ ആദ്യം 1 വരുന്ന ഒരെണ്ണം ഉണ്ട്, ആദ്യം 2 വരുന്ന ഒരെണ്ണം ഉണ്ട് അല്ലേ. 2 കഴിഞ്ഞാൽ പിന്നെ 1 വരണം. ഈ ഒരു കണക്ക് പ്രകാരം 1919 വരുന്നത്. ഒന്നില്ലെങ്കിൽ 1, 2 അല്ലെങ്കിൽ 2, 1 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വർഷം അറിയില്ലെങ്കിൽ ഇവിടെ 2, 1 എന്നാണ് വന്നിട്ടില്ല. അല്ല, അങ്ങനെ നോക്കിയാലും നമുക്ക് ഓപ്ഷൻ എയിലേക്ക് തന്നെ പോവാം. ഏറ്റവും അവസാനത്തെ 1928 എന്ന് മനസ്സിലാക്കി 4 എഴുതണം കേട്ടോ. എന്നിട്ട് 1928 അവസാനം വരേണ്ടത്. ആ 4 എന്നുള്ള സംഖ്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ 1 മാത്രമേ ഉള്ളൂ. അങ്ങനെയും നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഓപ്ഷൻ എ 1, 2, 3, 4 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് 1919. ഖിലാഫത്ത് പ്രസ്ഥാനം 1919 തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് തുടങ്ങുന്നത്. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം 1923. അതുപോലെ തന്നെ സൈമൺ കമ്മീഷൻ്റെ വരവ് 1928. ഇന്ത്യയിലേക്കുള്ള വരവ് രൂപീകൃതമായത് ചോദിക്കുകയാണെങ്കിൽ 1927 അത് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം 1919 ഏപ്രിൽ 13 മനസ്സിലാക്കി വയ്ക്കുക. ഡേറ്റ് മനസ്സിലാക്കി വയ്ക്കുക. 1919 ഏപ്രിൽ 13 വലിയൊരു ജനക്കൂട്ടം അമൃത്സറിലെ, നോക്കുക അമൃത്സർ എവിടെയാണ്? പഞ്ചാബിലാണെന്ന് നമുക്കറിയാം അല്ലേ. അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടി. ഓക്കെ, അപ്പോൾ ഈ നോക്കുക, ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടി. അപ്പോൾ ഈ അമൃത്സർ പഞ്ചാബിലാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഈ ജാലിയൻ വാലാബാഗിൽ കുറേ ആളുകൾ തടിച്ചുകൂടി അല്ലേ. കുറേ ആളുകൾ കൂടുകയാണ്. ഏത് വർഷം? 1919 ഏപ്രിൽ 13. എന്തിനാണ് അവിടെ തടിച്ചു കൂടുന്നത്? നോക്കുക, ഈ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള ഡോക്ടർ കിച്ചിലു, അതുപോലെ തന്നെ ഡോക്ടർ സത്യപാൽ. ഓക്കെ, ഡോക്ടർ കിച്ചിലു അതുപോലെ തന്നെ ഡോക്ടർ സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എവിടെ ഒത്തുകൂടിയിട്ടുള്ളത്? ജാലിയൻ വാലാബാഗിൽ അവർ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ യോഗം എന്തായിരുന്നു? അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റേറ്റ്മെൻറ്റിൽ ചേരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് യോഗം സമാധാനപരമായിരുന്നു അല്ലേ. അല്ലാതെ അവിടെ ബഹളം വെച്ചുകൊണ്ട് സമരത്തിൻ്റെ രീതികൾ എങ്ങനെയായിരുന്നു? സമാധാനപരമായിട്ടായിരുന്നു അവരവിടെ കൂടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്താണ്? അമൃത്സറിലെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഓഡയർ എന്ത് ചെയ്യുന്നു? തൻ്റെ സൈന്യവുമായി വന്നിട്ട് നിരായുധരായിട്ടുള്ള, കാരണം അവരെന്താണ് അവിടെ സമാധാനപരമായിട്ടാണല്ലേ. യോഗം സമാധാനപരമായിരുന്നു നമുക്കറിയാം. അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നില്ല? ആയുധമുണ്ടായിരുന്നില്ല. അപ്പോൾ നിരായുധരായിട്ടുള്ള ജനക്കൂട്ടത്തിന് നേരെ എന്ത് ചെയ്യൂ? നിറയൊഴിച്ചു എന്ന് വെച്ചാൽ വെടിവെച്ചു, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തു അല്ലേ. അങ്ങനെ എന്ത് ചെയ്യാണ്? ആ ഷൂട്ട് ചെയ്യലിൽ 100ഓളം ആളുകൾ മരണപ്പെടുകയാണ്. ആ ഒരു സംഭവത്തെയാണ് എന്തെന്ന് പറയുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. നിങ്ങളെന്ത് ചെയ്യുക? ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നത്, പോയിൻ്റായിട്ട് തരാതിരുന്നത്. ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറേ അധികം ജനങ്ങൾ സമാധാനപരമായിട്ട് അവിടെ അവർ കൂട്ടി എന്ത് ചെയ്യാണ്? അവിടെ യോഗം ചേർന്നു സമാധാനപരമായിട്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു? ഡോക്ടർ കിച്ചിലു അല്ലേ, സൈഫുദ്ദീൻ കിച്ചിലു, അതുപോലെ തന്നെ ഡോക്ടർ സത്യപാൽ, ഈ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അല്ലേ. ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവരവിടെ കൂടിയത്. അപ്പോൾ ആരാണ് ഇവിടെ വെടിവെച്ചത്? അതൊരു മറ്റൊരു ചോദ്യമാണ്. ജനറൽ ഓഡയർ ആയിരുന്നു എന്ത് ഈ ജനക്കൂട്ടത്തെ അല്ലേ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ജനറൽ ഓഡയർ ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. 1919 ഏപ്രിൽ 13 എന്നുള്ളത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഖിലാഫത്ത് എന്ന നിലയിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. ഈ സ്വരാജ് പാർട്ടി കോൺഗ്രസ് ഖിലാഫത്ത് എന്ന പേരിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കി വയ്ക്കുക. കോൺഗ്രസ് ഖിലാഫത്ത് അല്ലേ. ഈ കോൺഗ്രസ് ഖിലാഫത്താണ് പിന്നീട് സ്വരാജ് പാർട്ടി ആയത്. നമ്മളോട് ചോദിച്ചു അല്ലേ, സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 പറഞ്ഞു അല്ലേ. 1923 ജനുവരിയിൽ എന്ത് ചെയ്യാണ്? ഈ പാർട്ടി രൂപീകൃതമായിട്ടുണ്ട് അല്ലേ. 1922 ഡിസംബറിൽ ദേശീയ കോൺഗ്രസിൻ്റെ ഗയാ വാർഷിക സമ്മേളനത്തിന് ശേഷം
എന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഏതെന്ന് പറയുന്നത്, സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യകാല നാമമാണ് കോൺഗ്രസ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രൂപീകൃതമാകുന്നത് എന്താണ്, 1922 ഗയയിലെ കോൺഗ്രസ് സമ്മേളനം കഴിയുന്നു. അതിനുശേഷം 1923 ജനുവരിയിലാണ് ഏതാരംഭിക്കുന്നത്, 1923 ജനുവരിയിലാണ് ഏതാരംഭിക്കുന്നത്, സ്വരാജ് പാർട്ടി ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും ഇന്ത്യൻ ജനതയ്ക്ക് കൂടുതൽ സ്വയം ഭരണവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ആവശ്യമായിരുന്നു. ഇത് സ്വരാജ് എന്ന സങ്കല്പം പ്രചോദിപ്പിക്കപ്പെട്ടിരുന്നു. ഓക്കെ, അതായത് ഹിന്ദിയിലും മറ്റു പല ഭാഷകളിലും സ്വരാജിന് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വയം ഭരണം, അല്ലേ, സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ അർത്ഥം മനസ്സിലാക്കണം. ഓക്കെ, ഹിന്ദിയിലും മറ്റ് പല ഭാഷകളിലും സ്വരാജിന് സ്വാതന്ത്ര്യം, ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വയം ഭരണം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് സ്വരാജ് പാർട്ടി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വയം ഭരണം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരിൽ നിന്നും, ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും ഇന്ത്യൻ ജനതയ്ക്ക് കൂടുതൽ സ്വയം ഭരണവും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ആവശ്യമായിരുന്നു, അല്ലേ. അത് ബേസ് ചെയ്തിട്ടാണ് എന്ത് തുടങ്ങുന്നത്, ഈ പറയുന്ന സ്വരാജ് പാർട്ടിക്ക് രൂപീകൃതമാവുന്നു 1923. ഇനി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആരൊക്കെയായിരുന്നു നേതാക്കളെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ചിത്തരഞ്ജൻ ദാസ്, അതായത് നമ്മൾ പറയാം CR ദാസ്, അല്ലേ, CR ദാസാണ് ഈ ചിത്തരഞ്ജൻ ദാസ്. ഓക്കെ, അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ട് ആരാണ്, മോത്തിലാൽ നെഹ്റു ആണ്, മോത്തിലാൽ നെഹ്റു. ഓക്കെ, മോത്തിലാൽ നെഹ്റു, അല്ലേ, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനായിട്ടുള്ള മോത്തിലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ 1923 ജനുവരിയിൽ ഏതാരംഭിച്ചു, സ്വരാജ് പാർട്ടി ആരംഭിച്ചു. അതിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ്, ഒന്ന് ചിത്തരഞ്ജൻ ദാസ് എന്നറിയപ്പെടുന്ന CR ദാസ്, മറ്റൊന്ന് മോത്തിലാൽ നെഹ്റു, അല്ലേ. ഇതിലെ ചിത്തരഞ്ജൻ ദാസ് ആയിരുന്നു എന്ത്, അതിൻ്റെ പ്രസിഡന്റ്. സെക്രട്ടറി എന്ന് പറയുന്നത് ആരായിരുന്നു, അത് മോത്തിലാൽ നെഹ്റു ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്വരാജ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, അത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വയം ഭരണം എന്നാണ് അതിനർത്ഥമായിട്ട് വരുന്നത്. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത നോക്കൂ, നമുക്കറിയാം സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് എപ്പോഴാണ്, 1928 നമ്മൾ പറഞ്ഞു, അല്ലേ. നോക്കുക, സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1928 ഫെബ്രുവരി 3. അപ്പോൾ ഇന്ത്യയിൽ വന്ന വർഷമാണ് നമ്മളോട് അവിടെ പറഞ്ഞിട്ടുള്ളത്, 1928 വന്നിട്ടുള്ളത്. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു, നമുക്കറിയാം ഇർവിൻ പ്രഭു. ആ കാലഘട്ടത്തിൽ 1927-28, അല്ലേ, ആ ഒരു സമയത്തൊക്കെ ആരായിരുന്നു, ഇർവിൻ പ്രഭു ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി എന്നറിയപ്പെടുന്നത്. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 7 പേരായിരുന്നു സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു, അദ്ദേഹം സർ ജോൺ സൈമൺ ആണ്. സൈമൺ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ, അല്ലേ, ജോൺ സൈമൺ ആണ് അതിൻ്റെ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത്. ഈ സൈമൺ കമ്മീഷൻ എന്തുകൊണ്ടാണ് ബഹിഷ്കരിച്ചത്, അല്ലേ. സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല, അല്ലേ. കമ്മീഷനിലെ സൈമൺ കമ്മീഷനിലെ ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല, 7 പേരിൽ, അല്ലേ. ഇന്ത്യക്കാരില്ലാത്തതുകൊണ്ടാണ് ഈ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിച്ചത്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ വരുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് സൈമൺ ഗോ ബാക്ക്. എന്താണ്, സൈമൺ ഗോ ബാക്ക് എന്നായിരുന്നു, സൈമൺ ഗോ ബാക്ക്. ഓക്കെ, അടുത്തതോ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ യൂസഫ് മെഹ്റലി. ഓക്കെ, യൂസഫ് മെഹ്റലിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങളായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോകുന്നത്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്, യൂസഫ് മെഹ്റലിയാണ്. അതുപോലെ തന്നെ സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ മർദ്ദനമേറ്റ് മരിച്ച സ്വതന്ത്ര സമര സേനാനിയായിരുന്നു ലാലാ ലജ്പത് റായ്. ഓക്കെ, എന്താണ്, സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ, എവിടെയാണ്, ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ മർദ്ദനമേറ്റ് മരിച്ച സ്വതന്ത്ര സമര സേനാനിയായിരുന്നു ലാലാ ലജ്പത് റായ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നു. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട ഇന്ത്യയിലെ ദേശീയ നേതാവായിരുന്നു ലാലാ ലജ്പത് റായ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പകരമായി വിപ്ലവകാരികൾ വധിച്ച ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സാൻഡേഴ്സൺ. അതായത് ലാലാ ലജ്പത് റായിയെ വധിച്ചല്ലോ പോലീസുകാർ. അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്യാണ്,
തിരിച്ച് ലാല ലജ്പത് റായിയുടെ മരണത്തിന് പകരമായിട്ട് വിപ്ലവകാരികൾ വധിച്ച ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സാൻഡേഴ്സിനെ വധിക്കുകയാണ്. ഈ സാൻഡേഴ്സിനെ ആരാണ് വധിക്കുന്നത്? അത് ഭഗത് സിംഗ് ആണ് വധിക്കുന്നത്. ഓക്കെ, സാൻഡേഴ്സിനെ വധിക്കുന്നത് ആരാണ്? ഭഗത് സിംഗ് ആണ്. പിന്നീട് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്നു 1929 മാർച്ച് 3. 1928 ഇവിടെ എത്തുന്നു. 1929 മാർച്ച് 3 ഇവർ തിരിച്ചു പോകുന്നു. ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1930 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 1930 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ. അടുത്ത ചോദ്യം നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു ബാംഗ്ലൂരു ആണെന്ന് പറഞ്ഞു. പിന്നീട് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞു. ഇതൊക്കെ അതിനകത്തുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ അതിൻ്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ നമ്മൾ ജസ്റ്റ് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്തു തരും. അതുപോലെ തന്നെ ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടാത്ത ടോപ്പിക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ചെയ്തു തരാം. ഓക്കെ, നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്